വെള്ളം ഇവന് വേണ്ട. കുടിക്കാത്ത വെള്ളം. എന്നാടെ വെള്ളം? നീ വെള്ളം കുടിക്കുന്ന അവിടെ ഇരിക്കട്ടെ, പിന്നെ കുടിച്ചോളുമായിരിക്കും. ആ വെള്ളം കുടിക്കേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ പോവാന്ന് ചോദിച്ചാൽ നമ്മൾ ആട്ടുകാൽ കിഴങ്ങ് പറിക്കാൻ പോവാം കേട്ടോ. ഈ പറമ്പിൽ കുറച്ച് ആട്ടുകാൽ കിഴങ്ങ് നിൽപ്പുണ്ട്, നമുക്കത് പോയി നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വന്നപ്പോൾ കണ്ടതാണേ. നമുക്ക് നോക്കാം അത് അവിടെ ഉണ്ടോയെന്ന്. എന്നിട്ട് നമുക്കത് എടുത്തിട്ട് കുറച്ച് സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പ് ഉണ്ടാക്കി നമ്മളിതുവരെ നോക്കിയിട്ടില്ല, പക്ഷേ യൂട്യൂബിലും അല്ലാതെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. പോകാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആട്ടുകാൽ കിഴങ്ങ്. നമുക്ക് ഇതിൻ്റെ അകത്തെ ഇതുപോലെ കിഴങ്ങുണ്ടോ നോക്കാം. ഇതാരാണ്ട് പറിച്ചിട്ട് വെച്ചേക്കുവാണല്ലോ. ഇതുണ്ടോ, കഴിഞ്ഞ ദിവസം ഇത് കണ്ടതാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് കിഴങ്ങുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഇതുണ്ടോ, തീരെ ചെറുതാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നമുക്കിവിടെ ഉണ്ടായേക്കുന്നത് ഇപ്പം തീരെ ചെറുതാണ്. ഇത് ഇങ്ങോട്ട് കാണിച്ച്. ഇതുണ്ടോ, ഇതാണ് സാധനം. നമുക്ക് കുത്താൻ ഇത് അടത്തി ഇങ്ങനെ എടുക്കണം. കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ. വാ, കുറച്ചുകൂടെ കിട്ടുമോ നമുക്ക് നോക്കാമേ. എന്നാണ് അങ്ങനൊക്കെ വേണം. ഇവിടെയുണ്ട് മാള് കുറച്ച്. ഇതാണ്, ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇന്നാളെ ഇവിടെ പുല്ല് വെട്ടി കളഞ്ഞപ്പം ഇവിടെ നിന്നെല്ലാം ഇത് കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടായതാണ്. ഇതുണ്ടോ, തീരെ കുഞ്ഞു സാധനം, മൂത്തിട്ടില്ല. അയ്യോ അമ്മേ, ഒരു കത്തി എടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു അല്ലേ. അയ്യോ, ഇത്രയും പൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് ഈ കാണുന്ന കേട്ടോ ആട്ടുകാൽ കിഴങ്ങെന്ന് പറയുന്ന സംഭവം. പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് കുറച്ച് കിട്ടി. ഒരിച്ചിരിയും കൂടെ കിട്ടുമോ നമുക്ക് നോക്കാം. ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ ഇവിടെ ഉണ്ടോന്ന്. നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട് ഇവിടെ. അയ്യോ, കത്തി എടുക്കേണ്ടതായിരുന്നു. ഇതിനകത്ത് ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പഴയതാണോ നോക്കാവേ. ഇത് പഴയതാണെന്ന് തോന്നുന്നു. കുറച്ചുണ്ട് ഏതായാലും. ഇതുണ്ടോ, ഇതാണ് ആട്ടുകാൽ കിഴങ്ങെന്ന് പറയുന്ന സംഭവം. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതായിരുന്നു സ്ലേറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നു വിടുന്നത്. എല്ലാവരുടെയും ബോക്സിനകത്ത് കാണും ഇത് കൂട്ടൊരു കഷ്ണം. എന്നിട്ട് ഇത് വെച്ചിട്ടായിരുന്നു സ്ലേറ്റ് വായിച്ചുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ ഇത് എന്നെ ഓർക്കാനല്ലേ. കുറേ സ്ലേറ്റും ഇല്ല, പെൻസിലും ഇല്ല, യാതൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാണ് അവരിതൊക്കെ അറിയുന്നത്? 90 കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പോയിട്ടുള്ള പിള്ളേർക്കറിയാം. നമ്മൾ കത്തി എടുക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അയ്യോ, ഒരു കല്ലെടുത്തിട്ട് ഇടിച്ചാലോ. എടുത്തിട്ടുണ്ടേ, നമ്മൾ കോലെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കിള്ളി എടുക്കാം. നല്ല കോലാട്ടോ, തൊട്ടതേ ഒടിഞ്ഞ്. വേണ്ടോ, ഇതാണ് സംഭവം. ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതേ ഒരു വലുത് കിട്ടി, കണ്ടോ. ഇതിവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈയിടെ ഇത് വലുതായിരുന്നു. ഇതെല്ലാം നമ്മൾ പറമ്പ് വൃത്തിയാക്കിയിട്ടേ എല്ലാം പുല്ലുവെട്ടി വെച്ച് വെട്ടിക്കളഞ്ഞു. അങ്ങനെ അതിൻ്റെ കായും കിഴങ്ങെല്ലാം കൂടെ ഒക്കെ പോയി. അതാണ് നമുക്കിപ്പോൾ ഇത്രയും കുറച്ച് കിട്ടിയേക്കുന്നത്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ബാ. ആട്ടുകാൽ കിഴങ്ങിൻ്റെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ. അതിനായിട്ട് ആട്ടുകാൽ കിഴങ്ങ് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. ഇത് തൊലി കളഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിനൊരു പച്ച നിറം പോലെ കേട്ടോ. ഇതിൻ്റെ ഈ പൂട, ഈ രോമം എല്ലാം നന്നായിട്ട് കളയണം.
ശരിക്കും ആടിൻ്റെ മേത്തുള്ള രോമം പോലെ തന്നെയാണ്, കണ്ടില്ലേ? നമ്മൾ ഇതിന് ആട്ടുകാൽക്കിഴങ്ങ് സൂപ്പിനുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് ആട്ടുകാലിൻ്റെ കിഴങ്ങ് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഗരം മസാല. അതൊരു കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു സ്പൂൺ കഷ്ടിയേ ഉള്ളൂ. പിന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ ഈ ചുവന്നുള്ളി ഒഴികെ എല്ലാ സാധനങ്ങളും നമുക്കൊന്ന്, ചുവന്നുള്ളി പിന്നെ ഈ മല്ലിയില ഒഴികെ എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പം എല്ലാ സാധനവും കൂടെ നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചതച്ചെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ സ്റ്റൗവ് ഓണാക്കി ഇനി പാത്രം ചൂടാകുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കണ്ട. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ പോവാം. ചെറിയ ഉള്ളി പയ്യെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇടുവാണേ. നമ്മൾ ബാക്കിയുള്ള സാധനം കൂടെ അതിനകത്തേക്ക് ഇട്ടേ. ആട്ടുകാൽ കിഴങ്ങ് നമ്മൾ ചതച്ചതും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടു. അതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇട്ടൊന്ന് പയ്യെ വഴറ്റിയെടുക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഗരം മസാലയുടെ പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അതുകൂടെ ഇട്ട് പയ്യെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചും കൂടെ വെള്ളം വേണം. എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം. ഇത്രയും വെള്ളം വേണ്ടി വരും. നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാം നമുക്ക് എന്തോരം ആവശ്യമുണ്ടെന്നുള്ളത്. നമ്മൾ ഈ രസത്തിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. രസം നമ്മൾ ഒരുപാട് കട്ടിക്കല്ലല്ലോ ഉണ്ടാക്കുന്നേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ഈ പരുവത്തിനായിരിക്കും വെള്ളം ഒഴിക്കണ്ടേ. ഇത് സൂപ്പല്ലേ, അപ്പം ഒത്തിരി തിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. നമ്മളിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. ഇതിനകത്തുള്ള ഈ കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തതിൻ്റെ ഗുണമെല്ലാം ഇതിനകത്തേക്ക് ചാറിനോട്ട് ഇറങ്ങണം. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ അതിന്റെ അടപ്പെല്ലാം മാറ്റി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് അളവെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉപ്പ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒടുവിലായിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണേ. നെയ്യ് ഇടേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇതൊരു സൂപ്പ് ആയതുകൊണ്ട് മാത്രം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം കുറച്ച് ചൂടാറിക്കഴിഞ്ഞ് നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് പതുക്കെ കുടിക്കാം. അപ്പം നമ്മൾക്ക് 2 ഗ്ലാസ്സിലേക്ക് ഇത്
പകർത്താം കേട്ടോ. മാളുവിന് വേണം മാളു? നമ്മൾ 2 ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മെൻകുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കി. ചൂടുണ്ടോ നോക്കി. പയ്യെ കുടിച്ചേ. കുടി. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഉപ്പൊക്കെ ഉണ്ടോ? അപ്പൊ അമ്മയൊന്ന് നോക്കട്ടെ. വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ രസമൊക്കെ കുടിക്കുന്ന പോലെ ഏകദേശം ആ ടേസ്റ്റാ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പം കഴിയുന്നവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.